എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ KB അരുൺകുമാർ. ഞാൻ വിളക്കുടി പഞ്ചായത്തിലെ സൗത്തിലെ 16-ാം വാർഡിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ പാർട്ടി എന്നോട് പറയുകയും അതുകൂടാതെ തന്നെ ഞാനിവിടെ കഴിഞ്ഞ 10 വർഷത്തോളമായി താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി ഈ വാർഡിൽ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് വളരെ അതിവിദൂരമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ റോഡുകളൊന്നും നല്ല പുരോഗതിയിൽ കണ്ടിട്ടേ ഇല്ല. 10 വർഷത്തോളം ഒരേ പാർട്ടി തന്നെയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അവർക്ക് ആർക്കും തോന്നാത്ത എന്താണ് എന്ന് ഞാൻ പലരോടും ചോദിച്ചിരുന്നു. ഒരുപക്ഷെ ഇലക്ഷൻ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ ഒരു ജനസേവനം ചെയ്യണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പഠനത്തിന് ശേഷം ആദ്യം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം 6 വർഷത്തോളം ITIയിലെ അധ്യാപകനായിട്ടും അതിനുശേഷം BTech അഡ്മിഷൻ കിട്ടുകയും എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുകയും ചെയ്തു. പിന്നീട് 2 വർഷക്കാലത്തോളം വിളക്കുടി ഇലക്ട്രിക് സെക്ഷനിൽ തന്നെ സബ് എഞ്ചിനീയറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയും ചെയ്തു. പിന്നീട് എൻ്റെ ജീവിതം പല രാജ്യങ്ങളിലായി പ്രവാസമായിരുന്നു. പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നിയോഗം, അതായത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പാർട്ടി അംഗം എന്ന നിലയിലും എനിക്ക് ഇവിടെ വന്ന് ഈ വാർഡിൽ, അത് ഞാൻ താമസിക്കുന്ന എൻ്റെ വാർഡിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് പറയുകയും ഞാൻ ആ അഭ്യർത്ഥനയും ആ സ്നേഹവും സ്വീകരിക്കുകയും ചെയ്തു. ഇവിടുത്തെ പൊതുവഴികൾ ഏകദേശം 10 വർഷം തുടർച്ചയായി ഭരിച്ചു എന്ന് പറഞ്ഞാൽ അവൾ 9.25 വർഷത്തോളം ഏകദേശം ഇപ്പം അവസാനത്തെ 3 മാസമായിട്ട് ചില കുഴികളടയ്ക്കുകയും വളരെ കുറച്ച് കുഴികളടയ്ക്കുകയും ബാക്കി കുഴികൾ അതേ രീതിയിൽ. കാരണം ഇതുവഴി പോകുന്ന ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ തന്നെ 5-ൽ കൂടുതലാണ് ഒരു സമയത്ത്. രാവിലെ 5 ബസ് പോകണമെങ്കിൽ വൈകുന്നേരം ഇതേ ബസ്സുകൾ തിരിച്ച് കുട്ടികളെ കൊണ്ട് പോയി വരികയും ചെയ്യും. അല്ലാതെ ഓട്ടോറിക്ഷ, മറ്റ് ബൈക്കുകളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ കുട്ടികളുടെ അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പം ഈ കുഴി അടയ്ക്കുന്ന സമയത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്ത റോഡിൻ്റെ മേളിലൂടെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യുകയും ആ സ്ഥലം, അതായത് ഒരു 4-5 ചട്ടി കോൺക്രീറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഒരു ഫുൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ, അത് എന്തുമാത്രം തിക്നെസ് ആണെന്ന് അറിയില്ല, ഒരു പക്ഷേ അത് കോൺട്രാക്ടർക്കും ചെയ്യിപ്പിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ള പല ഭാഗങ്ങളും വളരെ ഗതികെട്ട രീതിയിലാണ് ഈ റോഡ് നിൽക്കുന്നത്. ഈ റോഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുനാഗോഡ്, മീനങ്കോട് ഭാഗങ്ങളിലോട്ട് പോകുന്ന വഴികൾ ആർക്ക് വേണമെങ്കിലും പോയി സഞ്ചരിക്കാം. ഇനി ഏത് മെമ്പർ വന്ന് നേരത്തെ ഇപ്പോഴത്തെ നമ്മുടെ മെമ്പർ ഉൾപ്പെടെ നിന്നവരാണെങ്കിൽ പോലും അവർക്കൊന്നും ഈ വാർഡ് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ പോലും ലജ്ജിക്കേണ്ടി വരും. അത്രമാത്രം ഗതികേടാണ്. കരുനാഗോഡ് ക്ഷേത്രത്തിന് താഴെയുള്ള റോഡ്, അതും അതിനുശേഷം മീനങ്കോട് റോഡ്, ആ ഭാഗത്തുള്ളത് ഈ റോഡ്, അതായത് ഈ പറയുന്ന മത്തായിപ്പടി വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ നിന്ന് ഹൈവേയിലോട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NHൽ നിന്ന് ആർച്ച് ഇറങ്ങി നേരെ കുത്തനെയുള്ള റോഡ്. അതുവഴിയാണെങ്കിൽ അപകടം സ്ഥിരമാണ്. കുത്തനെ ഇറങ്ങി വന്ന് ഈ കണക്ട് ചെയ്ത് കോട്ടോട്ട ജംഗ്ഷൻ ചെന്ന് ഹൈവേയിൽ ജോയിൻ ചെയ്യുന്ന റോഡാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതിലേറെ സങ്കടകരം എന്ന് പറയുന്നത് ഈ മീനങ്കോട് ഭാഗത്തു നിന്നും അതിനപ്പുറത്തുള്ള ഭാഗത്തു നിന്നും ഒരുപാട് കുട്ടികൾ, നമ്മുടെ ദളിത് കുട്ടികൾ തന്നെ സ്കൂൾ പഠിക്കുന്നുണ്ട്. 1 മെമ്പർ സ്കൂൾ പഠിക്കുന്നുണ്ട്. അവർ പോകുന്നൊരു വഴി, ഒരു ആക്രിക്കടയുണ്ട്, ഒരു 4 കൂടിയ വഴിയിൽ. ആ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു തവണ പഞ്ചായത്തിൽ ഏതോ ഒരു മീറ്റിംഗിൽ സംസാരിച്ചൊരു കാര്യമാണ്. എന്തിനോ ഒരു മീറ്റിംഗ് പങ്കെടുക്കേണ്ടി വന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു JCBയോ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ എന്തെല്ലാം ചെയ്യുന്നു. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു വഴി മാത്രം, ആൾക്കാർ നടന്ന് കിട്ടുന്ന ഒരു നടവഴി മാത്രം, അതൊരു ടിപ്പർ പോകേണ്ട വഴിയാണ്. അതിൻ്റെ സൈഡിലുള്ള കാടുകളും കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാട് പോലെയാണ്. അതിനകത്ത് ഇല്ലാത്ത ജീവികളില്ല. മുള്ളംപന്നി മുതൽ കരിമൂർക്കന് മുതൽ സകല സാധനങ്ങളുമുണ്ട്. അത് കാരണം ലെഫ്റ്റ് സൈഡിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ വയൽ ഏരിയ, ആ വയലേലയിലൊക്കെ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ് ഇപ്പോൾ. കാരണം കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഒരു വാഴ വെച്ചാലോ അല്ലെങ്കിൽ ഒരു കപ്പ വെച്ചാലോ ഇതൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വാർഡിൽ തന്നെ ഉള്ള വ്യക്തിയല്ലേ, അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും വികസനം വന്നു കഴിഞ്ഞാൽ അരുണിന് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയും, അപ്പോൾ ഞാനത് സമയം ഉണ്ടായില്ലാഞ്ഞിട്ടും സമയം കണ്ടെത്തി ഞാൻ ഓക്കെ പറയുകയായിരുന്നു.
പിന്നെ ഈ വാർഡിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ തലമുറയെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം അത് പണ്ട് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന പാർട്ടിയാണ്, ഞാൻ ഇത് ചെയ്യത്തുള്ളൂ, അത് ആര് നിന്നാലും. നിങ്ങൾക്ക് വികസനം എന്നുള്ള കാര്യം ഇവിടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചേ പറ്റത്തുള്ളൂ. അതിന് വാർഡ് മെമ്പർമാരുടെ വളരെ ശക്തമായ പ്രവർത്തനം ഉണ്ടായേ പറ്റത്തുള്ളൂ. അതിന് 100% ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അങ്ങനെ ഉണ്ടാകാവുന്ന റോഡിൻ്റെ പ്രശ്നങ്ങൾ അല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, മറ്റ് വിഷയങ്ങൾ എന്തിനും നിങ്ങൾക്ക് 100% എന്നെ സമീപിക്കാവുന്നതാണ്. കാരണം ഞാനിവിടെ തന്നെയുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ എന്താണ് പറയുക, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചാൽ ആ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിനുണ്ടാകാവുന്ന ഏറ്റവും നല്ലൊരു മാറ്റമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ കൂടെ തന്നെ ഏത് സമയത്തും, അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, രാഷ്ട്രീയമോ ജാതിയോ മതമോ വർണ്ണമോ വേറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. 100% വാർഡിൻ്റെ മെമ്പർ മാത്രമായിരിക്കും ഞാൻ ജയിക്കുകയാണെങ്കിൽ, ജയിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ജയിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ വളരെ വിനീതമായി നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.